മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാം കഴിഞ്ഞു. നമ്മുടെ കുറേ കുട്ടികൾ എക്സാം എഴുതിയതാണ്. അവരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് വെച്ചുള്ള റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പലരും ചോദിക്കും, സാർ എത്രയാണ് കട്ട് ഓഫ് മാർക്ക്? ഞാൻ ഒരു കോഴ്സിൻ്റെയും കട്ട് ഓഫ് മാർക്ക് പറയാറില്ല. നമുക്ക് വേണമെങ്കിൽ കുട്ടികളുടെ റേഞ്ച് എടുത്തിട്ട് നമുക്ക് കട്ട് ഓഫ് മാർക്ക് പറയാം. പല സ്ഥാപനക്കാരും ചെയ്യുന്നുണ്ട്. ഞാൻ പൊതുവെ അങ്ങനെ പറയില്ല, കാരണം അതിൻ്റെ ആവശ്യകതയില്ല. ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം എന്ത് വരും? നിങ്ങൾക്ക് പ്രൊഫഷണൽ ആൻസർ കീ വരും. നിങ്ങൾ ചെക്ക് ചെയ്യുക. അവരുടെ പ്രൊഫഷണൽ ആൻസർക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്രൊഫൈൽ തന്നെ കയറി സ്റ്റാൻഡേർഡ് ബുക്കും പേജ് നമ്പറും വെച്ച് നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അല്ല, കട്ട് ഓഫ് മാർക്കിൻ്റെ പുറയിൽ പോയിട്ട് ഒന്നും നേടാനില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാറുമില്ല. ഇന്ന് കുറേ പേര് മെസ്സേജ് വെച്ചാൽ എത്ര കട്ട് ഓഫ് മാർക്ക് വരും? കഴിഞ്ഞ വർഷത്തേക്കാളും കുറവായിരിക്കും, കൂടുതലായിരിക്കുമോ? എൻ്റെ കണക്കൂട്ടിൽ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടാനാണ് സാധ്യത. ഒരുപാടൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് കൂടാനാണ് സാധ്യത. കാരണം മാസ്റ്റർ കെ അക്കാഡമി പോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ കോഴ്സ് കണ്ടക്ട് ചെയ്തതാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന അവരുടെ ഏറ്റവും മികച്ചതായിരിക്കണം. ഞങ്ങളും ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ മാസ്റ്റർ കെ അക്കാഡമി കോഴ്സ് തുടക്കം മുതലേ ഫോളോ ചെയ്യുന്നതാണ്. ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ഏത് സ്ഥാപനങ്ങൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നു അതിനേക്കാൾ ദ ബെസ്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് റാങ്ക് ഫയൽ ഉൾപ്പെടെ ഇറക്കിയത്. എനിക്കൊന്ന് കേരളത്തിലെ ഒരു സ്ഥാപനവും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് റാങ്ക് ഫയൽ ഇറക്കിയ സംശയമാണ്. മാസ്റ്റർ കെ അക്കാഡമി ഇറക്കി. നമ്മുടെ കുട്ടികൾക്കെല്ലാം സൗജന്യമായിട്ട് കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? ഞങ്ങൾ ചെയ്യുന്ന കോഴ്സ് ഞങ്ങളായിരിക്കണം ദ ബെസ്റ്റ് എന്ന് ആഗ്രഹിക്കുന്നുണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലെയല്ലേ മറ്റുള്ളവരും, അവരും ആഗ്രഹിക്കുന്നത് എന്താ, ദ ബെസ്റ്റ് കൊടുക്കണം. അതുകൊണ്ട് വരുമ്പോൾ കുട്ടികൾ കുറേ പഠിക്കും, കുറേ എക്സാം എഴുതും. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടെ മാർക്കുള്ള സാധ്യത ഉണ്ട്. അപ്പം കഴിഞ്ഞ വർഷം 26ഉം 22ഒക്കെയാണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. ചിലപ്പോൾ 30 കൂടാൻ ചാൻസ് ഉണ്ട്. അതേ ഉള്ളൂ. അല്ല, കൃത്യമായിട്ടൊന്നും പ്രവചിക്കാൻ ഞാനാളല്ല. ഇനി എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷ ലെവൽ ഉണ്ടായിരുന്നു, അതല്ല. ഇവർ ഓരോ തവണയും ഓരോ എക്സാമിനും ഓരോ രീതിയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ എക്കണോമിക്സ് കയറി ടൈറ്റ് ആക്കും. കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നു, ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ എന്താ, സ്റ്റാറ്റും മാത്സുമാണ്. സ്റ്റാറ്റാണ് പ്രശ്നം വന്നത്. കൊമേഴ്സ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് മാറി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ വർഷവും ഓരോ പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇനി നമ്മുടെ കോഴ്സിനെ പറ്റി പറയുമ്പം ക്വസ്റ്റ്യൻ കട്ടിയായിരുന്നു, ശരി തന്നെയാണ്. 100% എല്ലാവരും ഹാപ്പി അല്ല, സത്യമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഒരാൾ പോലും ഞങ്ങളുടെ കോഴ്സിനെ പറ്റി കംപ്ലൈൻറ്റ് പറഞ്ഞില്ല. എനിക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജുകൾ, നമ്മുടെ മെൻറ്റർക്ക് വരുന്ന മെസ്സേജുകൾ, വോയിസ് മെസ്സേജുകളൊക്കെ എന്ന് പറയുന്നത്, സാറേ ഞങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ തന്നെ വന്നു, ശരത് സാർ പഠിപ്പിച്ച അതേ കണക്ക് വന്നു, അധ്യാപകർ മെസ്സേജ്, സാർ ഞങ്ങൾ പഠിപ്പിച്ച വന്നിട്ടുണ്ടായിരുന്ന ഒരു മെസ്സേജ് അയക്കുന്നു. ഒരാൾ പോലും സാർ നിങ്ങളുടെ ക്ലാസ് മോശമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ജോലി കിട്ടും, ഉറപ്പാണ്. മാസ്റ്റർ കെ അക്കാഡമി വിശ്വസിച്ച് പഠിച്ച ഒരുപാട് പേർക്ക് ഉയർന്ന റാങ്ക് കിട്ടും, ജോലി കിട്ടും. ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഇത് തന്നെയാണ്. ഞങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു കോഴ്സ് കണ്ടക്ട് ചെയ്തു. നിങ്ങൾക്ക് തരാൻ പറ്റുന്ന മാക്സിമം ഞങ്ങൾ നൽകി. റാങ്ക് ഫയൽ ഉൾപ്പെടെ എല്ലാം പ്രൊവൈഡ് ചെയ്തു. അതിൽ ഒരു വലിയ വിജയം കാണും, ഉറപ്പ് തന്നെയാണ്. അപ്പോൾ എക്സാമിനെ പോലെ പ്രധാനപ്പെട്ട റിവ്യൂസ് എനിക്ക് തോന്നിയ ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരുപാട് സിമ്പിൾ അല്ല, എന്നാൽ ഒരുപാട് പാടും പറയാൻ പറ്റുന്നില്ല. 50ന് മുകളിലും ഒരുപാട് മാർക്ക് സ്കോർ ചെയ്ത കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വലിയ പാടൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ തവണ ഇതേ കണക്ക് തന്നെ ആയിരിക്കും. ഒരു തവണ എക്കണോമിക്സ് പാടാണെങ്കിൽ ഒരു തവണ സ്റ്റാറ്റ് പാടാക്കും, ഏതെങ്കിലും സബ്ജക്റ്റ് എന്തെങ്കിലും പാടാക്കും. ഓക്കെ, GK പാർട്ടൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ മാരത്തോണിൽ നിന്നൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുമുണ്ട്. 50,000-ഓളം പേരാണ് നമ്മുടെ മാരത്തോൺ ക്ലാസ് കണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എക്സാം ഇങ്ങനെയൊക്കെയാണ് എല്ലാ തവണയും പോകുന്നത്. നിങ്ങൾ പലരും ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ആത്മാർത്ഥമായി പഠിച്ചു, എനിക്ക് പക്ഷെ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, ഇനി എന്ത് ചെയ്യും? 2 ദിവസം വിഷമം കാണും, ശരി തന്നെ. 2 ദിവസം വിഷമിച്ചാൽ മതി, അടുത്തതിന് പഠിക്കുക, അതേ പറയാനുള്ളൂ. ഓക്കെ, നിരന്തരമായി ശ്രമിക്കുന്നവർക്കാണ് ജോലി കിട്ടുന്നത്. നിരന്തരമായി ശ്രമിക്കുന്നവർക്ക്. ഒരു പരീക്ഷ ആത്മാർത്ഥമായി നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ 2 ദിവസം റിസൾട്ട് വീണ്ടും പഠിച്ചു തുടങ്ങുക. എല്ലാ 1.5 വർഷം കൂടുമ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വിളിക്കും. അത് മാത്രമല്ല, റിസർച്ച് അസിസ്റ്റന്റ് വിളിക്കും, റിസർച്ച് ഓഫീസറെ വിളിക്കും. ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഒരുപാട് വരും. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പഠനം കണ്ടിന്യൂ ചെയ്യുക, കൃത്യമായി പഠിക്കുക. ഇപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഞാനൊരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു, പഠിച്ചു, എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയുള്ളൂ, എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് കിട്ടിയേനെ. അപ്പം അതൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇനി നിങ്ങൾ ഈ കട്ട് ഓഫിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ പ്രൊസീഡിങ്സ് എല്ലാം ചെയ്യുക. ഓക്കെ, അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് നന്നായിട്ട് പഠിക്കാം, ആത്മാർത്ഥത പഠിക്കാം. ഇനി ഞങ്ങൾക്കൊരു ചിന്താഗതി ഉണ്ട്.
4 സബ്ജക്റ്റുകളും നല്ല ടഫ് ആയിക്കോട്ടെ, എത്ര ടഫായാലും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം, ഫേസ് ചെയ്യണം, മാർക്ക് വാങ്ങണം. അതേ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. എല്ലാവർക്കും ആശംസകൾ. താങ്ക്